ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിരോം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KS ചിത്ര. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് ഗായികയായ KS ചിത്രയാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജഗതി ശ്രീകുമാർ. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ജഗതി ശ്രീകുമാർ. അപ്പോൾ 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. അതുപോലെ 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ജഗതി ശ്രീകുമാർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് ആരാണ്? തൃശ്ശൂരാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് തൃശ്ശൂരാണ്. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. ഓർത്തുവയ്ക്കുക. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് തൃശ്ശൂർ ജില്ലയാണ്. 2ാം സ്ഥാനം പാലക്കാട്, 3ാം സ്ഥാനം കണ്ണൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമായിരുന്നു. ഓർത്തുവയ്ക്കുക. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം, ജേതാക്കളായത് തൃശ്ശൂർ, 2ാം സ്ഥാനം നേടിയത് പാലക്കാട്, 3ാം സ്ഥാനം നേടിയത് കണ്ണൂർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബാവോ സുബിയാന്തോ. ഓർത്തുവയ്ക്കുക. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയാണ് പ്രബാവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? അതിരപ്പിള്ളി. ഓർത്തുവയ്ക്കുക. ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പിള്ളി. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ. 2ാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? ജപ്പാനാണ്. ഓർത്തുവയ്ക്കുക. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ, 2ാം സ്ഥാനം ജപ്പാൻ. അതോടൊപ്പം ഇന്ത്യയുടെ സ്ഥാനം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക. 85 അപ്പോൾ 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂർ, 2ാം സ്ഥാനം ജപ്പാൻ, ഇന്ത്യയുടെ സ്ഥാനം 85. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ച് ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഏതാണ്? ISRO. ഓർത്തുവയ്ക്കുക. 2025 ജനുവരിയിൽ ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ച ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ISRO. നെക്സ്റ്റ്, വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ഉള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? വേനൽ മധുരം. ഓർത്തുവയ്ക്കുക. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിതമായ തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് വേനൽ മധുരം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്മ പുരസ്കാരമാണ്. 2025 പത്മ പുരസ്കാരം. അതിൽ 7 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു, 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു, അതുപോലെ 113 പേർക്ക് പത്മശ്രീയും ലഭിച്ചു. ഓർത്തുവയ്ക്കുക. പത്മ പുരസ്കാരം പ്രധാനമായും 3 തരത്തിലാണ്: പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. അതിൽ 7 പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചു, 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു, 113 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. ഇനി 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണം എന്ന് പറയുന്നത് 5. ഓർത്തുവയ്ക്കുക. 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണമാണ് 5. അതുപോലെ 2025 പത്മവിഭൂഷൺ ലഭിച്ച ഒരേ മലയാളി ആരാണ്? MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് മരണാനന്തരം ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. അപ്പോൾ 2025 പത്മ പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയാണ് പത്മ പുരസ്കാരം
നൽകി വരുന്നത്. അതിൽ 2025 7 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്, 19 പേർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ പത്മശ്രീ പുരസ്കാരം എത്ര പേർക്കാണ്? 113 പേർക്കാണ് ലഭിച്ചത്. ഇതിൽ 2025 പത്മ പുരസ്കാരം ലഭിച്ച മലയാളികളുടെ എണ്ണം 5 ആണ്. ഇനി പത്മവിഭൂഷൺ ലഭിച്ച ഒരേ ഒരു മലയാളി എന്ന് പറയുന്നത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. നമ്മൾ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ പറ്റി പറഞ്ഞു. ആരായിരുന്നു? MT വാസുദേവൻ നായരായിരുന്നു. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, പത്മഭൂഷൺ പുരസ്കാരം. പത്മവിഭൂഷൺ കഴിഞ്ഞാൽ പിന്നെ പത്മഭൂഷൺ പുരസ്കാരമാണ്. പത്മഭൂഷൺ പുരസ്കാരം 2 മലയാളികൾക്കാണ് 2025 ലഭിച്ചത്. മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്, അതുപോലെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരം. ഓർത്തുവയ്ക്കുക, 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്, അതുപോലെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരം. നെക്സ്റ്റ്, 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? കർണാടക സംഗീതജ്ഞയായ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, അതുപോലെ മുൻ ഫുട്ബോൾ താരമായ IM വിജയൻ. ഓർത്തുവയ്ക്കാം, 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് കർണാടക സംഗീതജ്ഞയായ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, അതുപോലെ ഫുട്ബോൾ താരമായ IM വിജയൻ. അപ്പോൾ ഈ 5 പേരാണ് 2025 പത്മ പുരസ്കാരത്തിന് അർഹരായത്. അതിൽ ഒരു പത്മവിഭൂഷണും 2 പത്മഭൂഷണും 2 പത്മശ്രീ പുരസ്കാരവുമാണ് ലഭിച്ചിട്ടുള്ളത്. പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർക്കാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്, അതുപോലെ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ജോസ് ചാക്കോ പെരിയപുരം. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, ഫുട്ബോൾ താരമായ IM വിജയൻ തുടങ്ങിയവരാണ്. ഓർത്തുവയ്ക്കുക, മാറിപ്പോവരുത്. നെക്സ്റ്റ്, JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023. മികച്ച സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 2018 എന്ന സിനിമയാണ്. ഓർത്തുവയ്ക്കുക, JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് 2018 ആണ്. മികച്ച സംവിധായകൻ ആരാണ്? അഖിൽ സത്യൻ. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B അരുന്ധതി. ഓക്കെ, JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 2018. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B അരുന്ധതി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേര് ഇടം പോയിന്റുകൾ. ഓർത്തുവയ്ക്കുക, പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിക്കുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഇടം പോയിന്റുകൾ. നെക്സ്റ്റ്, 23ാമത് കേരള ഗവർണറായി നിയമിതനായത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 23ാമത് കേരള ഗവർണറായി നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നെക്സ്റ്റ്, 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? S ജയചന്ദ്രൻ നായർ. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് S ജയചന്ദ്രൻ നായർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിലിനു പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. പ്ലാസ്റ്റിക് ബോട്ടിലിനു പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? V നാരായണൻ. 2025 ജനുവരിയിൽ ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് V നാരായണൻ. S സോമനാഥിൻ്റെ പിൻഗാമിയായിട്ടാണ് V നാരായണൻ നിയമിതനാകുന്നത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടത്തിന് അർഹയായത് ആരാണ്? ഇന്ത്യൻ താരമായ കൊനേരു ഹംപിയാണ്. ഓർത്തുവയ്ക്കുക, ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടത്തിന് അർഹയായത് ഇന്ത്യയുടെ കൊനേരു ഹംപിയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായവർ
ആരൊക്കെയാണ്? 4 പേരാണ്. ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ. ഓർത്തുവെക്കുക, രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമാണ് ഖേൽരത്ന പുരസ്കാരം. ഈ ഒരു ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായ വ്യക്തികൾ ആരൊക്കെയാണ്? ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ, അതുപോലെ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റനായ ഹർമൻപ്രീത് സിംഗ്, പാരാ അത്ലറ്റായ പ്രവീൺ കുമാർ. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശ്. ഓർത്തുവെക്കുക, 2025 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായവർ മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ എന്നിവരാണ്. ഇനി 2025 അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. നെക്സ്റ്റ്, 2025 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? എസ് മുരളീധരൻ. ഓർത്തുവെക്കുക, 2025 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ബാഡ്മിൻ്റൺ പരിശീലകനാണ് എസ് മുരളീധരൻ. നെക്സ്റ്റ്, കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ അതായത് CRPFൻ്റെ മേധാവിയായി നിയമിതനായത് ആരാണ്? വിതുൽ കുമാർ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ അതായത് CRPFൻ്റെ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് വിതുൽ കുമാർ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് ഏത് പോലീസ് സ്റ്റേഷനാണ്? തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ഓർത്തുവെക്കുക, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഏതാണ്? ഹോപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ്. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? INS സൂറത്ത്, INS നീലഗിരി. ഓർത്തുവെക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളാണ് INS സൂറത്ത്, അതുപോലെ INS നീലഗിരി. അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഏതാണ്? INS വാക്ഷിർ. ഓർത്തുവെക്കുക, മാറിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളാണ് INS സൂറത്തും INS നീലഗിരിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത അന്തർവാഹിനിയാണ് INS വാക്ഷിർ. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ വ്യക്തി ആരാണ്? പ്രൊഫസർ SK വസന്തൻ. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരത്തിന് അർഹനായ നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ വ്യക്തിയാണ് പ്രൊഫസർ SK വസന്തൻ. നെക്സ്റ്റ്, ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക് നിർമ്മിച്ച ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ ഏതാണ്? R1. ഓർത്തുവെക്കുക, ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക് നിർമ്മിച്ച ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡലാണ് R1. നെക്സ്റ്റ്, ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി എത്തിയത് ആരാണ്? ഡി ഗുഗേഷ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി എത്തിയത് ഡി ഗുഗേഷ്. നെക്സ്റ്റ്, പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ. നെക്സ്റ്റ്, പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്യുകയും പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആരാണ്? യുൻ സുക്യോൾ. ഓർത്തുവെക്കുക, പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്യുകയും അതേ തുടർന്ന് പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യുൻ സുക്യോൾ. നെക്സ്റ്റ്, ചിറയിൻകീഴ് പൗരാവലിയുടെ ഈ വർഷത്തെ അതായത് 2025 പ്രേംനസീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഷീല. ചിറയിൻകീഴ് പൗരാവലിയുടെ ഈ വർഷത്തെ അതായത് 2025 പ്രേംനസീർ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ചലച്ചിത്ര നടിയായ ഷീലയാണ്. ഓർത്തുവെക്കുക. അപ്പോൾ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭ്യമായത് ആർക്കാണ്?
ചലച്ചിത്ര നടനായ ജഗതി ശ്രീകുമാറിനാണ്. എന്നാൽ ചിറയൻകീഴ് പൗരാവലിയുടെ ഈ വർഷത്തെ പ്രേംനസീർ പുരസ്കാരത്തിന് അർഹയായത് ചലച്ചിത്ര നടിയായ ഷീലയാണ്. ഓർത്തുവെക്കുക, പരസ്പരം മാറിപ്പോവരുത് കേട്ടോ. നെക്സ്റ്റ്, 2024 മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ താരമായ അർഷ്ദീപ് സിംഗ് ആണ്. ഓർത്തുവെക്കുക, 2024 മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇന്ത്യൻ താരമായ അർഷ്ദീപ് സിംഗ് ആണ്. നെക്സ്റ്റ്, ISRO വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യ അറിയപ്പെടുന്ന പേര് വികാസ് ലിക്വിഡ് എഞ്ചിൻ. ഓർത്തുവെക്കുക, ISRO വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയാണ് വികാസ് ലിക്വിഡ് എഞ്ചിൻ. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. 2025 ജനുവരിയിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറിയായി ചുമതലയേറ്റ വ്യക്തിയാണ് തുഹിൻ കാന്ത പാണ്ഡെ. നെക്സ്റ്റ്, ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ആരാണ്? നവാഫ് സലാം. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്ന വ്യക്തിയാണ് നവാഫ് സലാം. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ച അമേരിക്കയുടെ ബഹുമതി ഏതാണ്? മെഡൽ ഓഫ് ഫ്രീഡം. 2025 ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ച അമേരിക്കയുടെ ബഹുമതിയാണ് മെഡൽ ഓഫ് ഫ്രീഡം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥ എന്താണ്? ഹോപ്പ്. ഓർത്തുവയ്ക്കുക, 2025 ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ച അമേരിക്കയുടെ ബഹുമതിയാണ് മെഡൽ ഓഫ് ഫ്രീഡം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഹോപ്പ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ഓക്കെ, ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം US, പിന്നീട് റഷ്യ, അത് കഴിഞ്ഞ് ചൈന. ഓർത്തുവെക്കുക, ഈ ഒരു 4 രാജ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന രാജ്യങ്ങൾ. ഏതൊക്കെയാണ്? US, റഷ്യ, ചൈന, ഇന്ത്യ. 4ാമതായി ഈ ഒരു നേട്ടം കൈവരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തവണ വിക്ഷേപിക്കുകയും പിന്നീട് ബഹിരാകാശത്ത് വെച്ച് ആ വിക്ഷേപണ വാഹനങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ സ്പേസ് ഡോക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ആദ്യത്തെ രാജ്യമാണ് US, രണ്ടാമത്തേത് റഷ്യ, 3ാമത്തേത് ചൈന, 4ാമതായി ഇന്ത്യ. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായ ദിവസം ഏതാണ്? ജനുവരി 25. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ 6 ഗ്രഹങ്ങൾ, അതായത് എന്നീ 6 ഗ്രഹങ്ങൾ ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായ ദിവസമാണ് ജനുവരി 25. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അതായത് ICCയുടെ 2024 ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സ്മൃതി മന്ദാന. ഓർത്തുവയ്ക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ 2024 വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാന. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2024 ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. അതുപോലെ ICC 2024 വനിതാ ഏകദിനത്തിൽ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്മൃതി മന്ദാനയുമാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? തെലങ്കാനക്കാരിയായ G. തൃഷയാണ്. ഓർത്തുവയ്ക്കുക. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് തെലങ്കാനക്കാരിയായ G. തൃഷയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ച സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഓർത്തുവയ്ക്കുക.
ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ച സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇതിനായി 14,505 പന്തുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓർത്തുവയ്ക്കുക, ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ച സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ആകെ 14,505 പന്തുകളാണ് ഈ ഒരു ഗിന്നസ് റെക്കോർഡ് നേടുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണെന്ന് ഓർത്തുവയ്ക്കാം. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. നെക്സ്റ്റ്, 2025 രാജ്യാന്തര ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യ. 2025 രാജ്യാന്തര ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ വേദിയാണ് ഇന്ത്യ. നെക്സ്റ്റ്, സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ശ്രീമൻ നാരായണൻ. ഓർത്തുവയ്ക്കുക, സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുഗത നവതി പുരസ്കാരത്തിന് അർഹനായത് ശ്രീമൻ നാരായണൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ടെലികോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പൗരന്മാരെ ശാക്തീകരിക്കുന്നതിനുമായി കേന്ദ്രം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സഞ്ചാർ സാഥി. ഓർത്തുവയ്ക്കുക, ടെലികോം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും പൗരന്മാരെ ശാക്തീകരിക്കുന്നതിനുമായി കേന്ദ്രം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് സഞ്ചാർ സാഥി. നെക്സ്റ്റ്, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടത്തിന് അർഹയായത് ആരാണ്? അമേരിക്കൻ താരമായ മാഡിസൺ കീസാണ്. ഓർത്തുവയ്ക്കുക, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടത്തിന് അർഹയായത് അമേരിക്കൻ താരമായ മാഡിസൺ കീസാണ്. നെക്സ്റ്റ്, ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടത്തിന് അർഹനായത് യാനിക് സിന്നർ. ഇറ്റലിയുടെ യാനിക് സിന്നറാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടത്തിന് അർഹനായത് അമേരിക്കൻ താരമായ മാഡിസൺ കീസും പുരുഷ ടെന്നീസ് കിരീടത്തിന് അർഹനായത് ഇറ്റലി താരമായ യാനിക് സിന്നറുമാണെന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, പ്രകൃതിക്ഷോഭത്തിൽ നിന്നും വിളകൾക്ക് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പ്രകൃതിക്ഷോഭത്തിൽ നിന്നും വിളകൾക്ക് പരിരക്ഷ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഓർത്തുവയ്ക്കുക, 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നെക്സ്റ്റ്, 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? പശ്ചിമ ബംഗാളാണ്. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പശ്ചിമ ബംഗാൾ. നെക്സ്റ്റ്, പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? കിരിബാത്തി ദ്വീപ്. ഓർത്തുവയ്ക്കുക, പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യമാണ് കിരിബാത്തി ദ്വീപ്. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ സത്താറയിലെ മൻഗഡ് ഗ്രാമമാണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം. ഓർത്തുവയ്ക്കുക, രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ സത്താറയിലെ മൻഗഡ് ഗ്രാമമാണ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയ ആദ്യ ട്രൈബൽ വനിത ആരാണ്? ഋതിക തിർക്കി. വന്ദേ ഭാരതിൻ്റെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയ ആദ്യ ട്രൈബൽ വനിത ആരാണ്? ഋതിക തിർക്കി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇ സന്തോഷ് കുമാർ. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഇ സന്തോഷ് കുമാർ. നെക്സ്റ്റ്, കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? കന്യാകുമാരി. കടലിനു മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കന്യാകുമാരി. നെക്സ്റ്റ്, 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ്? 2024. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024 ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്?
സിക്കിമാണ്. ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമിലാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലാണ് ഭാർഗവാസ്ത്ര. നെക്സ്റ്റ്, 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? കെ അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ കൃതി ഗോപ, അതായത് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് കെ അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹമായത്. ഓർത്തുവയ്ക്കുക. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് കെ അരവിന്ദാക്ഷൻ. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. നെക്സ്റ്റ്, 2023-2024 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2023-24 സാമ്പത്തിക വർഷത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? വി ഗീത. ഓർത്തുവയ്ക്കുക. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റ വ്യക്തിയാണ് വി ഗീത. നെക്സ്റ്റ്, കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഗ്രീൻ ദ ഗ്യാപ്പ്. ഓർത്തുവയ്ക്കുക. കേരളത്തിൻ്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടനാട്ടിൽ ചേരുന്ന കർഷക കൂട്ടായ്മ 100 മേനി നന്ദി. ഓർത്തുവയ്ക്കുക. 2025 ജനുവരിയിൽ ഡോക്ടർ MS സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി കുട്ടനാട്ടിൽ ചേരുന്ന കർഷക കൂട്ടായ്മയാണ് 100 മേനി നന്ദി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? കവചം. ഓർത്തുവയ്ക്കുക. കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് കവചം. നെക്സ്റ്റ്, 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? കേരളം. 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 200ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഓർത്തുവയ്ക്കുക. 2025 200ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ പൽപ്പു. 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. അപ്പോൾ ഓർത്തുവയ്ക്കുക. 2025 200ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതുപോലെ 2025 ജനുവരിയിൽ 75ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപ്പു. മാറിപ്പോവരുത്. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്ന മലയാളി ആരാണ്? കെ വിനോദ് ചന്ദ്രൻ. 2025 ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനാകുന്ന മലയാളിയാണ് കെ വിനോദ് ചന്ദ്രൻ. നെക്സ്റ്റ്, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PN ഗോപികൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായതെന്ന് ഓർത്തുവയ്ക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റി VK ബേബി കമ്മിറ്റി. ഓർത്തുവയ്ക്കുക. നെൽകർഷകരുടെ പ്രയാസങ്ങളും സംഭരണ പ്രശ്നങ്ങളും പഠിക്കാനായി നിയോഗിച്ച കമ്മിറ്റിയാണ് VK ബേബി കമ്മിറ്റി. നെക്സ്റ്റ്, സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ E-way ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഓർത്തുവയ്ക്കുക. സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ
ഇ-വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ഓർത്തുവയ്ക്കുക, 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. നെക്സ്റ്റ്, 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ദ ബ്രൂട്ടലിസ്റ്റ്. ഓർത്തുവയ്ക്കുക, 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ദ ബ്രൂട്ടലിസ്റ്റ്. നെക്സ്റ്റ്, 2025 ജനുവരി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷനായി നിയമിതയായത് ആരാണ്? അഞ്ജു ബോബി ജോർജ്. ഓർത്തുവയ്ക്കുക, 2025 ജനുവരി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് അഞ്ജു ബോബി ജോർജ്. നെക്സ്റ്റ്, അടുത്തിടെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കിയത് ആരെയാണ്? ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാനെയാണ്. ഓർത്തുവയ്ക്കുക, അടുത്തിടെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കിയ വ്യക്തിയാണ് ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ. അതിനുശേഷം, അതായത് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി അതിനുശേഷം പ്രഖ്യാപിച്ച വ്യക്തി ആരായിരുന്നു? മേജർ സിയാവുർ റഹ്മാനാണ്. ഓർത്തുവയ്ക്കുക, അടുത്തിടെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയ വ്യക്തിയാണ് ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്ന പുതിയ രാഷ്ട്രപിതാവ് ആരാണ്? മേജർ സിയാവുർ റഹ്മാനാണ്. ഓർത്തുവയ്ക്കുക, അപ്പോൾ അടുത്തിടെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വ്യക്തി ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജീബ് റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ച വ്യക്തി ആരാണ്? മേജർ സിയാവുർ റഹ്മാൻ. നെക്സ്റ്റ്, നിലവിലെ ലോകമുത്തശ്ശി ആരാണ്? സിസ്റ്റർ ഇന കനബറോ ലൂക്ക. ഓർത്തുവയ്ക്കുക, നിലവിലെ ലോകമുത്തശ്ശിയായി അറിയപ്പെടുന്നത് സിസ്റ്റർ ഇന കനാബറോ ലൂക്ക. നെക്സ്റ്റ്, കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ ആരാണ്? RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകനാണ് RLV രാമകൃഷ്ണൻ. നെക്സ്റ്റ്, വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏതാണ്? സമ്പൂർണ്ണ പ്ലസ്. ഓർത്തുവയ്ക്കുക, വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് സമ്പൂർണ്ണ പ്ലസ്. നെക്സ്റ്റ്, അടുത്തിടെ നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്തിടെ നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതായത് ഹെൽമെറ്റ് ഇല്ലാതെ ഫ്യൂവൽ നൽകില്ല എന്നൊരു നയം ഉത്തർപ്രദേശ് അടുത്തിടെ പ്രഖ്യാപിച്ചു. ആ ഒരു നയം, അതായത് നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചി. 2025 ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് കൊച്ചിയിലാണ്. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യൻ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ഏതാണ്? ബാങ്ക് നെറ്റ്. അടുത്തിടെ ഇന്ത്യൻ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ബാങ്ക് നെറ്റ്. നെക്സ്റ്റ്, അടുത്തിടെ നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്തിടെ നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ എന്ന നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ്, 2025 ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഓർത്തുവയ്ക്കുക, 2025 ദേശീയ വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് വേദിയാകുന്നത് കൊച്ചി. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യൻ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ഏതാണ്? ബാങ്ക് നെറ്റ്. അടുത്തിടെ ഇന്ത്യൻ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ബാങ്ക് നെറ്റ്. നെക്സ്റ്റ്, 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരി ആരാണ്?
കാമ്യ കാർത്തികേയൻ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന് പറഞ്ഞാലും അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? കാമ്യ കാർത്തികേയൻ തന്നെയാണ്, ഓർത്തുവെക്കാം. നെക്സ്റ്റ്, ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗം ഏതാണ്? ജരാവ ഗോത്രവിഭാഗം, ഓർത്തുവെക്കുക. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ഗോത്രവിഭാഗമാണ് ജരാവ ഗോത്രവിഭാഗം. നെക്സ്റ്റ്, 2025 ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രം ഏതാണ്? ആടുജീവിതം. 2025 ഓസ്കാറിലെ മികച്ച ചിത്രത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച മലയാള ചിത്രമാണ് ആടുജീവിതം. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഷാഫി. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഷാഫി. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ KM ചെറിയാൻ, ഓർത്തുവെക്കുക. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ വ്യക്തി അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ KM ചെറിയാൻ, ഓർത്തുവെക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച US-ന്റെ 39ാമത് പ്രസിഡന്റായിരുന്ന വ്യക്തി ആരാണ്? ജിമ്മി കാർട്ടൻ. അടുത്തിടെ അന്തരിച്ച US-ന്റെ 39ാമത് പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ജിമ്മി കാർട്ടൻ. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? രാജഗോപാല ചിദംബരം. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? രാജഗോപാല ചിദംബരം. നെക്സ്റ്റ്, ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. പേര് KS മണിലാൽ, ഓർത്തുവെക്കുക. ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് KS മണിലാൽ, ഓർത്തുവെക്കുക.